ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഒരു കൺട്രി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചോപ്പിനും ഷിൻചാൻ്റെ വേണ്ടി വെയിറ്റ് ചെയ്യണം. അവന്മാർ കാണുന്നില്ല കേട്ടോ. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. നമ്മളതേ കുറേ നേരം വെയിറ്റ് ചെയ്ത് കാറിൻ്റെ അകത്ത് AC ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്രോൾ വേസ്റ്റ് ആവണമെന്നല്ലാണ്ട് വേറൊരു കാര്യമില്ല. അതേ ഒരു കാറിന്റെ പാടുകളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ചോപ്പിന് ഷിൻചാനോട് കാണാനില്ല കേട്ടാ. ഓ ഗൈസ് നോക്കി, നമ്മുടെ വീടിന്റെ അകത്ത് വണ്ടി വന്നേക്കണം. അതേ വണ്ടിയുടെ ടയർ മാർക്കൊക്കെ ഇരിക്കണ്. ഇത് എന്തിട്ട് എപ്പോഴാ വന്നത് നമ്മൾ അറിഞ്ഞുകൂടി ഇല്ല കേട്ടോ. നമ്മുടെ ചോപ്പ് ഇവിടെയാണ് സാധാരണ കിടക്കാറ്. പക്ഷെ ഇപ്പൊ ചോപ്പിനെ കാണാനില്ല കേട്ടാ. പണി പാളിയെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഷിൻചാനെ ഇപ്പൊ കാണാനില്ലല്ലോ. ഇവര് എവിടേക്ക് ഇത് പോയേ? ഇവര് രണ്ടുപേരും കാണാനില്ല കേട്ടോ. അതെ വണ്ടി പോയതിന്റെയും വന്നതിന്റെ ആയിട്ടുള്ളൊരു ടയർ മാർക്ക് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്നേ വണ്ടി ഇതിക്കൂടെ അവര് വന്നേന്ന് തോന്നുന്നുണ്ട് കേട്ടാ. പക്ഷെ നമ്മൾ അറിഞ്ഞില്ലല്ലോ. നമ്മൾ വണ്ടിയുടെ അകത്ത് പാട്ടൊക്കെ ചേച്ചിട്ടിരിക്കുന്നു. അത് കാരണം നമ്മൾ അറിഞ്ഞില്ല. അതേ അത്യാവശ്യം ഇവര് ഇടിച്ച് പൊളിച്ചിട്ടാണ് ഇവര് പോയണേ. അത്യാവശ്യം നശിപ്പിച്ചിട്ടാണ് പോയണേ. എനിക്ക് തോന്നുന്നു അവര് കിഡ്നാപ്പ് ചെയ്ത് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ഷിൻചാനും നമ്മുടെ ചോപ്പിനും അവര് കിഡ്നാപ്പ് ചെയ്ത് പോയിട്ടാ. അയ്യോ, നമ്മളാണെങ്കിൽ നമ്മുടെ കൺട്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ഥലത്തേക്ക് പോയിട്ട് നിന്നായിരുന്നു. അതിന്റെ ഇടക്കൂടെ അത് നടന്നു. അത് എന്നിട്ട് ചോപ്പ സാധനം. അയ്യോ ഗൈസ്, നമ്മളത് വിഷയം മാറിയിട്ടാ. ഈ അൺനോൺ നമ്പറിൽ നമുക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും എടുക്കാം. അപ്പോൾ അവർ പറയുന്നത് നമ്മുടെ ഷിൻചാനും ചോപ്പിനും അവരാണ് അവർ കിഡ്നാപ്പ് ചെയ്തതാണ് കേട്ടാ. അപ്പോൾ നമ്മളിത് പെട്ടുപോയിട്ടാ. നമ്മളിത് സ്വന്തമായിട്ട് കൺട്രി ഉണ്ടാക്കിയിട്ട് അവിടേക്ക് പോകാനുള്ള സ്കീമിലായിരുന്നു കേട്ടോ. പക്ഷെ അതേ പ്ലാനിങ് ആകെ മാറിപ്പോയില്ലോ. അവരിതേ 5 കോടിയാണ് പറയണത് ഗൈസ്. ഇതേ നമ്മളവരെ വിട്ട് തരാനാണെങ്കിൽ 5 കോടി തരാന്നാണ് പറയണത്. 5 കോടി തന്നാൽ മാത്രമാണ് അവരെ വിടുള്ളൂ എന്നാണ് പറയണത് ഗൈസ്. അപ്പോൾ അതേ നമ്മൾ പെട്ടുപോയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമ്മളിനി 5 കോടി എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ 5 കോടി ഒന്നും ഇല്ല കേട്ടാ. നമ്മളത് പുതിയ കൺട്രി ഉണ്ടാക്കണ കാരണം നമ്മൾ 5 കോടി എടുത്ത് ഇല്ല. പക്ഷെ നമ്മുടെ കൺട്രി ഉണ്ടാക്കിയ കാരണം നമ്മളെന്തായാലും ഇവന്മാരെ ഇങ്ങനെയും അറിഞ്ഞു കേട്ടാ. നമ്മൾ സീക്രറ്റിൽ വെച്ചതാണ്. നമുക്ക് ഷിൻചാൻ ചക്കൻ അവന്റെ വീട്ടിൽ പോയി പറഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വീട്ടിലല്ല, നമ്മുടെ സ്കൂളിൽ പോയി പറഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. 5 കോടി തരാണ്ട് അവർ നമ്മളെ വീട്ടിലാന്നാണ് പറയണത്. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ഷിൻചാനും ചോപ്പിനും. അപ്പോൾ നമ്മൾ പെട്ടുപോയിട്ടാ. നമ്മളിനി 5 കോടി എവിടെ നിന്ന് ഉണ്ടാക്കണമെന്ന് അറിയില്ല. അപ്പോൾ വേഗം 5 കോടി തന്നില്ലെങ്കിൽ അവർ കൊല്ലുമെന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ മൈക്കിള് നല്ല സംശയം ഉണ്ട് കേട്ടോ. സാധാരണ മൈക്കിളാണ് ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മളിത് പെട്ടുപോയിട്ടാ. നമ്മളത് ഷിൻചാൻ മിക്കവാറും സ്കൂളിൽ പോയിട്ട് ആരെങ്കിലും എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അത് അവര് ലീക്കായി പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളിത് ഇനി അവരെ എങ്ങനെ പോയി കണ്ടുപിടിക്കുന്ന അറിയില്ല കേട്ടാ. നമ്മുടെ 5 കോടിയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും അറിയില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്റർ കൂട്ടനുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. അപ്പൊ എന്തായാലും നമ്മുടെ ലെസ്റ്റർ കൂട്ടനെ അവരുടെ അടുത്ത് ഹാക്ക് ചെയ്തിട്ട് അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരിട്ട് ഇതാക്കേണ്ട സീനുള്ളൂ. നമ്മുടെ ലെസ്റ്റർ കോടിയുള്ള കാരണം നമ്മൾ രക്ഷപ്പെട്ട് പോകണട്ടെ. എപ്പോഴും നമ്മുടെ ലെസ്റ്ററിന്റെ അടുത്ത് പോയി നമ്മളെപ്പോഴും അവൻ സ്ഥലം പറയും, ലൊക്കേഷൻ പറയും. അവൻ വലിയ ഹാക്കറാന്ന് നമുക്ക് അറിയാലോ ഗൈസ്. അങ്ങനെ നമ്മളവനെ ലെസ്റ്ററിന്റെ വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വരുന്ന വഴിയിൽ ലെസ്റ്ററിനെ കുറെ വിളിച്ചോട്ടോ. അവരാണെങ്കിൽ ഫോൺ എടുക്കണില്ല കേട്ടോ ഗൈസ്. അവരാണെങ്കിൽ ഭയങ്കര വെയിറ്റ് ഉള്ള മനുഷ്യനാണ്. ഫുൾ ഹാക്കിങ് പരിപാടിക്കല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും വീണ്ടും അത് ചെല്ലാട്ടോ. അപ്പൊ അത് അവനിവിടെ ഇല്ലല്ലോ. ലെസ്റ്റർ എവിടെയാടാ കൂട്ടാതി? ഗൈസ് നമ്മുടെ ലെസ്റ്റർ ഇവിടെ ഇല്ല കേട്ടാ. അയ്യോ, ഇവനാണെങ്കിൽ ഫോൺ കൊടുക്കണില്ല കേട്ടോ ഗൈസ്. നമ്മുടെ ലെസ്റ്റർ ഇന്ന് ഇവിടെ കാണാനില്ലല്ലോ. ഇവരാണെങ്കിൽ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോയ ചാൻസ് കുറവാണ്. അപ്പോ ഇനി ഇവിടെ എവിടെയാണ്? അതേ ഗൈസ്, നമ്മുടെ ലെസ്റ്റർ കൂട്ടൻ അവിടെ നിൽക്കണ്ടോ. നമ്മൾ എത്ര നേരം വിളിച്ചിട്ട് തെണ്ടി വിളി പോലും കേട്ടില്ലല്ലോ ഗൈസ്. ലെസ്റ്റർ പറയാം അവൻ വിളി കേട്ടു. പക്ഷെ അവന് ഇവിടെ പൈപ്പ് പൊട്ടിയതിന്റെ പ്രശ്നത്തിൽ നിൽക്കാന്ന് പറയുന്നുണ്ടോ. വെള്ളം മൂലിയാണ്, അത് കാരണം അത് ശരിയാക്കണേല് നിൽക്കാന്ന് പറഞ്ഞ. ഫോൺ അകത്തായിരുന്നു, അത് കാരണം പണിയിൽ പിന്നെ തിരക്കിന്റെ ഇടയിൽ കൂടെ കണ്ടില്ല എന്നാണ് പറയണേ. അപ്പൊ ഇതെന്ത് ചെയ്യുന്നാണ് പറയണ കേട്ടാ. ഗൈസ് നമ്മളത് ലെസ്റ്റർ കാര്യം പറഞ്ഞു കേട്ടോ. നമ്മളത് ചോപ്പിനും നമ്മുടെ ഷിൻചാനും കാണാനില്ല എന്ന് പറയുന്നത് കേട്ടാ. ഈ ലെസ്റ്റർ ആണെങ്കിൽ ഇത് പൈപ്പ് പൊട്ടിയതിന് കാര്യം പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടാ. അവനിപ്പോ ഏറ്റവും പ്രധാനം പൈപ്പ് പൊട്ടിയതിന് കാര്യം എന്ന് പറഞ്ഞ ഒന്നാണ് നടക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം. നമ്മുടെ ലെസ്റ്ററുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിക്ക് വെയിറ്റ് ചെയ്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവനൊന്ന് ആലോചിക്കട്ടെ. കാരണം അവരുടെ ഫോണും കാര്യങ്ങളൊക്കെ അവർ മിക്കവാറും പിടിച്ച് മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ലെസ്റ്ററുടെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കൺട്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ലെസ്റ്റർ പറയണത് നീയാണ് ഞാനറിയാണ്ട് ഇതൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ പിണക്കത്തിലായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൺട്രി ഉണ്ടാക്കിയ കാര്യം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. സീക്രറ്റ് ആയിട്ടാണ് വെച്ചിരുന്നത്. ഇതിപ്പോ എല്ലാരും അറിഞ്ഞു എന്ന് തോന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും പറയേണ്ടി വരും. നമ്മളെ ഷിൻചാനും ചോപ്പിനെ ഇഷ്ടപ്പെടുത്തണ്ടേ. നമ്മുടെ ലെസ്റ്റർ ഇത് വീണ്ടും എത്തിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ
ആ അൺനോൺ നമ്പറിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും അവൻ അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് നമ്മളെ സഹായിക്കുന്ന തോന്നുന്നുണ്ട് കേട്ടാ. അപ്പൊ ലെസ്റ്റർ ഇവിടെ ഇനി ചെറുക്കൻ മമ്പി വരുമ്പോഴേക്കും സമയം എടുക്കൂട്ടാ ഗൈസ്. അതൊരു വലിയൊരു ടാസ്ക് ആണ്. അവൻ എന്തായാലും വരുമ്പോഴേക്കും സമയം എടുക്കും. അപ്പൊ നമ്മളിത് ഇത് ഇവനിവിടെ എത്തിയില്ലോ. ബാക്കില് ഡോറുണ്ടായിരുന്നു ഗൈസ്, അതിന്റെ ഇടക്കൂടെ വന്നതായിരുന്നു. നമ്മളാണെങ്കിൽ കാര്യം പറഞ്ഞു കേട്ടാ. അപ്പൊ നമ്മുടെ ലെസ്റ്ററിനുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കട്ടാ. നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാട്ടാ. ഓക്കെ, നമ്മളെ ലെസ്റ്റർ പറഞ്ഞ ലൊക്കേഷൻ ഒന്നും കിട്ടണില്ല, അൺനോൺ ആയിട്ടാണ് കാണിക്കണേട്ടാ. അപ്പോൾ അവ വലിയ കിഡ്നാപ്പിംഗ് ടീമാണ് കൊണ്ടുപോയേക്കണേട്ടാ നമ്മുടെ ഷിൻചാനെയും ചോപ്പിനെയും. അപ്പൊ നമ്മുടെ സീക്രറ്റ് ഒക്കെ പൊളിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. നമ്മളിനി എന്ത് ചെയ്യുന്ന അറിയില്ല കേട്ടാ. അപ്പൊ അവരുടെ ലൊക്കേഷൻ ഒന്നും കിട്ടണില്ല, ഇവരെവിടെയാന്ന് പോലെ അറിയില്ല. ഇവര് ഈ കൺട്രിയിലല്ലാന്നാണ് കാണിക്കണേട്ടാ, നമ്മുടെ ലോസ് ആൻഡോസിലേ ഇല്ലാന്നാണ് നമ്മുടെ ലെസ്റ്റർ കുട്ടി നമ്മുടെ അടുത്ത് പറയണേട്ടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയില്ലല്ലോ. നമുക്കിടെ ലെസ്റ്റർ ആണെങ്കിൽ നമ്മളെ സഹായിക്കാനും പറ്റണില്ല. സാധാരണ നമ്മളെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ലെസ്റ്റർ അടുത്ത് കാര്യം പറഞ്ഞത് അവൻ ലൊക്കേഷൻ തന്ന് നമ്മളങ്ങനെ സെറ്റ് ചെയ്യാറ് പ്ലാനിങ് പതിവ്. പക്ഷെ ഇപ്പൊ പ്ലാൻ ഉൾട്ടയായ കാര്യം നമ്മൾ പെട്ടുപോയിട്ടാ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യുന്ന അറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ ലെസ്റ്റർ പറയണ്ട് ഒന്നെങ്കിൽ നീ ട്രെവറിനെ കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയണ്ട കേട്ടാ. അത് നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് എന്തായാലും ഇനി ട്രെവർ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ രക്ഷയില്ല. നമ്മുടെ ട്രെവറുടെ നമുക്ക് എന്തായാലും ചെന്നിട്ട് നമുക്ക് കാര്യം പറയാം. നമ്മളൊക്കെ എന്തായാലും 5 കോടി ഒപ്പിക്കാനുള്ള ആസ്തിയില്ല നമുക്ക്. എന്തായാലും ഈ വണ്ടി കൊടുത്താലും സാധനങ്ങളൊക്കെ കൊടുത്താലും നമുക്ക് ആകെ 2 കോടി കിട്ടുള്ളൂ കേട്ടോ. 3 കോടി എന്തായാലും കിട്ടില്ല. അപ്പൊ നമ്മുടെ കൺട്രി ഉണ്ടാക്കിയ കാര്യം ഇവരെങ്ങനെയോ അറിഞ്ഞു പോയിട്ടോ. അതാണ് പണി കിട്ടിയത്, നമുക്ക് മനസ്സിലായത്. അത് വലിയൊരു പണിയാണ് നമുക്ക് കിട്ടിയപ്പോയി. നമ്മുടെ ഷിൻചാനും ചോപ്പിനാണ് അവരെ കിഡ്നാപ്പ് ചെയ്തത് കേട്ടോ. ഇനി ആകെ നമ്മുടെ രക്ഷകള് നമ്മുടെ ട്രെവർ മാത്രമാണ് കേട്ടാ. നമുക്ക് എന്തായാലും നമ്മുടെ ട്രെവറിന്റെ വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രെവറിന്റെ വീട് കേട്ടാ. അതേ ഒരു വല്യപ്പൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ട്രെവറിന്റെ അപ്പാപ്പനാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതേ ട്രെവറിന്റെ അപ്പാപ്പനാകെ അതിശയായിട്ട് ഈ വലിയ വണ്ടി ഇങ്ങനെ വരണം കണ്ടിട്ട്. അപ്പൊ അതേ നമുക്ക് എന്തായാലും ഇറങ്ങാം. അപ്പൊ നമുക്ക് എന്തായാലും അപ്പാപ്പനോട് സംസാരിക്കാം. അപ്പാപ്പനാണെങ്കിൽ ഇതേ വേറെ മൂഡിലാണ് നിക്കണ കേട്ടാ, മുള്ളാൻ നിക്കണ രീതിയിലാണ് നിക്കണേട്ടാ ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഡ്രൈവറിനെ വിളിക്കാം കേട്ടാ. ഡ്രൈവർ ഇറങ്ങി വാടാ. ഓക്കെ, നമ്മുടെ ഡ്രൈവർ അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവനോട് കാര്യം പറയാം. അപ്പൊ നമ്മുടെ ഡ്രൈവർ പറയാണ്, ഇവരിങ്ങനെ കിഡ്നാപ്പ് ചെയ്താൽ നീ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് കാറിന്റെ അകത്തായിരുന്നു, വീട്ടിലാണ് സംഭവം ഉണ്ടായിരുന്നത്. അപ്പൊ വീടിന്റെ അകത്ത് കയറി കാറ് കൊണ്ടുവന്നിട്ടാണ് അവരുണ്ടായി. അപ്പൊ അവൻ പറയുന്നത് കാറ് വീടിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് നീ അറിഞ്ഞില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തൊരു സാധനമാണ് നീനാണ് നമ്മളെ ചീത്ത പറയാനായിട്ട് നമ്മുടെ ഡ്രൈവർ നമ്മളെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് നമ്മളിപ്പോ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും ചെയ്യേണ്ട കാര്യം ഇപ്പൊ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഡ്രൈവർ പറയണേ അത് ശരിയാണ്. അപ്പൊ ലൊക്കേഷൻ കിട്ടിയോന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ലൊക്കേഷൻ കിട്ടാനില്ല. അപ്പൊ ലെസ്റ്ററുടെ അടുത്ത് പോയിക്കൂടെ എന്നാണ് പറയണത് നമ്മുടെ ഡ്രൈവർ. അപ്പൊ നമ്മളത് ഡ്രൈവറുടെ അടുത്ത് കാര്യം പറഞ്ഞു. നമ്മൾ ആദ്യം പോയത് ലെസ്റ്ററിന്റെ അടുത്താണ്. ലെസ്റ്ററിന്റെ അടുത്ത് പോയി ലൊക്കേഷൻ കിട്ടിയില്ല എന്ന് പറയണ കേട്ടാ. അപ്പൊ നമ്മുടെ ഡ്രൈവർ പറയുകയാണെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, ലൊക്കേഷൻ ഇട്ടാണ് നമ്മളെങ്ങനെ പോവാന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവൻ പറയാണ് മിക്കവാറും നമ്മൾ പൈസ അവർ ചോദിച്ചിട്ട് 5 കോടി. അപ്പൊ അവർ 5 കോടി എവിടെ കിട്ടിയോ, ക്യാഷ് എന്തായോ, ലൊക്കേഷൻ എന്താ ലയിക്കലോ. അപ്പൊ നമുക്ക് എന്തായാലും അവരുടെ അടുത്തേക്ക് അങ്ങനെ പോവാന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മുടെ ഡ്രൈവർ പറയുന്നത് കേട്ടാ. അപ്പൊ ഫ്രാങ്ക്ലി നോക്കണേ അത് ശരിയാണ്, നമ്മുടെ ഡ്രൈവറിന് ഇത്ര ബുദ്ധിയുള്ള കാര്യം നമ്മൾ അറിഞ്ഞില്ല കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും തോക്കും കാര്യങ്ങളൊക്കെ കുറച്ച് സാധനങ്ങൾ വേണം. നമ്മുടെ ഡ്രൈവറിന്റെ കയ്യിൽ എന്തായാലും സാധനങ്ങൾ ഉണ്ടാവട്ടാ. അപ്പൊ നമ്മുടെ ട്രെവർ കട്ടയ്ക്ക് കൂടെയുള്ള കാര്യം നമുക്ക് എന്തായാലും സീനില്ല. നമ്മുടെ ട്രെവർ നമ്മളെ സപ്പോർട്ട് ചെയ്തോളും. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ നമ്മുടെ ട്രെവർ നമ്മളെ രക്ഷിക്കൂട്ടോ. അതോർത്ത് വലിയ വിഷയമൊന്നുമില്ല. അപ്പൊ നമുക്കത് ഇവിടെ വല്ലയിടത്ത് തോക്കുകൾ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. നമ്മുടെ നമുക്ക് തോക്ക് വേണമല്ലോ. നമ്മുടെ ട്രെവറിന്റെ കയ്യിൽ എന്തായാലും തോക്ക് ഉണ്ടാവും. അവൻ്റെ വലിയ സാധനങ്ങളാണുള്ളത്. അവൻ വലിയ സ്നൈപ്പർ പോലത്തെ ഒരു സാധനം കൂടെ തന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ട്രെവർ മച്ചാൻ സീൻ മച്ചാനാന്ന്. അവൻ ഫുൾ സെറ്റപ്പിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോളിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്താൽ മതിട്ടാ. ആ കോള് വന്നാൽ നമുക്ക് വേഗം ലൊക്കേഷനൊക്കെ ചോദിച്ച് സെറ്റാക്കി എടുക്കാന്നുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അങ്ങോട്ട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തു. അതിന്റെ കുറെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ 5 കോടി സെറ്റാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് പറയാണ് ഫോട്ടോ അയച്ചു തരാൻ പറ്റുന്നില്ല, ലൊക്കേഷൻ അയക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നു വലിയ കിഡ്നാപ്പേഴ്സാണ്, അവർക്ക് സംശയം തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെന്തായാലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൊക്കേഷൻ അയച്ചാലാണ് ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു ശരിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഷിൻചാനും ചോപ്പിനെ പോറല് പോലെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊന്നുകളയാൻ നമ്മളെ ഫ്രാങ്ക്ലിന്റെ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രാങ്ക്ലിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നമ്മളെ ഷിൻചാനും ചോപ്പിനും കൊണ്ടുപോയതിൽ നല്ല ദേഷ്യം കിട്ടുമ്പോൾ ഫ്രാങ്ക്ലിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവര് നല്ല തെറി പറയുന്നുണ്ട്. നമ്മുടെ ഫ്രാങ്ക്ലിൻ ആ ഫോണിൽ വിളിച്ച് നല്ല തെറി പറയുന്നുണ്ട് കേട്ടാ.
എന്നാലും നീ അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ പച്ചത്തറി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഡ്രൈവറിനെ കൂട്ടി നമുക്ക് പോകണട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ആ വണ്ടിയുടെ അടുത്ത് കയറാം. ഓക്കെ ഗൈസ്, നമ്മളിത് വണ്ടി എടുത്ത് കയറാൻ പോവാണ്. അപ്പൊ ദേ നമ്മുടെ ട്രവർ മച്ചാൻ ദേ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ കയറാണ് കേട്ടാ. അപ്പൊ എന്താണ് അവൻ ബാക്കിൽ കയറിയ അവനെ സുഖതാന്ന് പറയണേ. നമ്മുടെ ലൊക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്താണ് ലൊക്കേഷൻ, നമ്മുടെ ഈ ഡ്രൈവറിന്റെ വീടിന്റെ തന്നെയാണ് ലൊക്കേഷൻ കേട്ടോ. അപ്പൊ നമ്മുടെ ഡ്രൈവറിന്റെ കമ്പനിക്കാരനാണോന്ന് അറിയില്ല കിട്ടാപ്പ് ചെയ്തേണത്. ഇനി അവര് വേറെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്തോന്ന് അറിയില്ല കേട്ടാ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ എന്തായാലും അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡ്രൈവറിന്റെ ഏരിയ കാരനാണ് നമുക്ക് വലിയ വലിയ സീനില്ല. ഡ്രൈവറിന്റെ ഈ മുക്കും മൂലയും എല്ലാം അറിയാലോ ഈ സ്ഥലത്തിന്റെ. അത് കാരണം വലിയ സീനില്ല കേട്ടോ. നമ്മളിത് വേഗം പറപ്പിച്ച് പോകണം നമ്മുടെ ചോപ്പിനും ഷിൻചാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്ത് എവിടെയാ കണ്ടാന്ന് പറഞ്ഞ ലൊക്കേഷൻ കണ്ടിട്ടാ നമ്മളെന്തായാലും വേഗം പോവാണ്. നമ്മുടെ ഡ്രൈവർ കൂടെയുള്ള കാലം നമുക്ക് സീനില്ല കേട്ടാ. അതുപോലെ തന്നെ നിങ്ങളും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ ഗൈസ്, അവിടെ ഒരാളെ നിൽക്കണ്ട കേട്ടാ. അപ്പൊ നമുക്ക് നേരിട്ട് പോയി അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വേറെ പ്ലാൻ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഒന്നുകിൽ നമ്മുടെ ഡ്രൈവറിനെ ഇവിടെ നിർത്താട്ടാ. നമ്മുടെ ഡ്രൈവറിനെ ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ അടുത്ത് അവിടെ പോണേല് വല്ല സീനുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറയാം. അപ്പൊ എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ അവർ വെടി വെക്കാൻ പറയാട്ടെ നമ്മുടെ ഡ്രൈവറിന്റെ അടുത്ത്. അപ്പൊ നമുക്ക് എന്തായാലും ഡ്രൈവറിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഡ്രൈവർ അങ്ങനെ ഫുള്ള് സ്നൈപ്പറൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അതായിരിക്കും ബൈ ബൈ.